ഒന്ന് പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഇങ്ങനെയാണ്: നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുണ്ടെന്ന് ചുറ്റി നടക്കുന്നു. ലോകത്തെ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് ശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുണ്ടെന്ന് തിരിഞ്ഞു ചുറ്റി നടക്കും. ഈ വാക്കുകളൊക്കെ സർവ്വസാധാരണമായി നമ്മുടെ ആത്മലോകത്ത് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. പിശാച് സാത്താൻ എന്ന വിഷയത്തെ സംബന്ധിച്ചും ദൈവസഭയ്ക്കകത്തുള്ള മൂല്യച്യുതിയെ സംബന്ധിച്ചും സംസാരിക്കുമ്പോഴൊക്കെ കൃത്യമായി അതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നവർക്ക് വലിയ സങ്കടമാണ് എന്നത് അവരുടെ പേഴ്സണൽ മെസ്സേജിലും നമ്മുടെ കമൻറ്റുകളിലൊക്കെ എനിക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പം ഒരുപാട് ആളുകൾ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാൻ വലിയ പിശാചാണ്, സാത്താനാൽ വഞ്ചിക്കപ്പെട്ടവനാണ്. ഇപ്പം തന്നെ ഒരാൾ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഡിസീവ്ഡ് ബൈ സൈറ്റാൻ. എനിക്കിതിനൊക്കെ മറുപടി കൃത്യമായിട്ട് പറയാനായിട്ട് ചിലപ്പോൾ തോന്നും. എങ്കിലും എന്തായാലും അത് ഏതോ പിശാചുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് എനിക്കറിയാം. കാരണം കാര്യമറിയാതെ വിധിക്കാൻ ഇവർക്ക് ഭയങ്കരമായിട്ട് അറിയാം. മറ്റുള്ളവരെ വിധിക്കുക, നമ്മൾ മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളവരൊക്കെ തെറ്റാണെന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ക്രൈസ്തവ ലോകത്തോടെ ഒരു 125 വർഷത്തിന് മുമ്പ് ആരംഭിച്ച സമൂഹം ഏകദേശം 2000 വർഷമായി നിലനിൽക്കുന്ന സഭയ്ക്കകത്ത് ഈ പ്രോബ്ലം ഇല്ല. അത് കുടുംബമായതുകൊണ്ട് അതിനകത്ത് ഈ പ്രോബ്ലം ഇല്ല. ഇത് തട്ടുകട ആയതുകൊണ്ടും ഈ റോഡ് വക്കിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വലിയ ആത്മീയാവേശം കാണിക്കും. ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഞങ്ങൾ മരച്ചോട്ടിൽ ആരാധിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാർ ഏതോ തോട്ടുകര ഇരുന്ന് ആരാധിച്ചു എന്നൊക്കെ പറയും. വലിയ കഥയൊന്നുമില്ല. അത് വലിയ പാരമ്പര്യം പറയാനേ അറിയത്തുള്ളൂ. പക്ഷേ യാഥാർത്ഥ്യത്തിൽ വ്യക്തികളുമായിട്ട് ജഡ്ജ്മെന്റലാണ്. അപ്പം ഇന്ന് ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അലറുന്ന പിശാച് ആരാണ്? സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങാൻ വേണ്ടി കാത്തു നടക്കുന്ന പിശാച്. അപ്പം കഴിഞ്ഞിടെ ഒരു ദൈവാസനത്തിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം ഞാൻ കേട്ടത്, പിശാച് അലറുന്ന സിംഹം എന്നോണം ആരെ വിഴുങ്ങുവാൻ വേണ്ടി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. അപ്പം അത് അതിനോടത്ത് പ്രസംഗത്തിൽ കേട്ടതാകട്ടെ, ഞാൻ കള്ളം പറയേണ്ട ആവശ്യം എനിക്കില്ല. സാധാരണ സിംഹം വിഴുങ്ങാറില്ല. സിംഹം തൻ്റെ ഇരയെ വലിച്ച് കീറി ചവച്ച് തിന്നാറുള്ളൂ. അതിന് പല്ലുണ്ട്. അപ്പം ഇപ്പൊ പിശാച് എന്തുകൊണ്ട് വിഴുങ്ങുന്നു ചോദിച്ചാൽ പുള്ളിയുടെ പല്ല് യേശു കാലുകറി വെച്ച് തകർത്തു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ സിംഹമായിരിക്കുന്ന പിശാചിന്റെ പല്ല് കാലുകറിയിൽ വെച്ച് ചവിട്ടിയപ്പം പല്ലെല്ലാം അങ്ങ് പോയി. കർണക്കുറ്റിക്ക് അടിക്കുവാനെന്നും തോന്നുന്നല്ലേ, പല്ല് 32 അടിച്ച് പൊളിക്കുമെന്നൊക്കെ പറയുന്ന പോലെ. അപ്പം സിംഹത്തിന്റെ പല്ല് പോയി. അപ്പം ഇപ്പൊ അതിന് പല്ലില്ല, അതുകൊണ്ട് വിഴുങ്ങുക എന്നൊക്കെ പറയുന്നൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതൊന്നും അല്ല സത്യം പറഞ്ഞാൽ ഇവർ ഈ പറയുന്നത്. നമുക്ക് പിശാചിയെ സാധാരണ കേൾക്കുമ്പോൾ ഉടനെ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു അജ്ഞാത ജീവിയെക്കുറിച്ചും വീണുപോയ ദൂതനെ കുറിച്ചൊക്കെ. ഈ വീണുപോയ ദൂതൻ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ഇപ്പം ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന തെറ്റുകൾ തന്നെ എറേസ് ചെയ്യാൻ തന്നെ കുറേ സമയമെടുക്കും. അപ്പം പുതിയത് നമ്മുടെ മേലെ അപ്ലോഡ് ആകണമെങ്കിൽ തന്നെ ഹോളി സ്പിരിറ്റിന്റെ സഹായവും ആവശ്യമുണ്ട്. സോ എന്താണ് ഈ അലറുന്ന സിംഹം? നോക്കിക്കേ, നിർമ്മതരായിപ്പി, ഉണർന്നിരിപ്പി, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നപോലെ ആരെ വിഴുങ്ങേണ്ടുന്നത് ചുറ്റിച്ചിരിഞ്ഞ് നടക്കും. ലോകത്തിലുള്ള നിങ്ങളുടെ സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരെ അവനോട് എതിർത്ത് നിൽപ്പൻ. നോക്കിയേ, പ്രതിയോഗിയ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പുള്ളിച്ചു നടക്കുക, പറക്കുവെന്നല്ലല്ലോ, ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു. പിന്നെ അതിൻ്റെ ഗ്രീക്ക് എന്തോന്ന് ഞാൻ പോകുന്നില്ല. അതിൻ്റെ നിശ്ചയമായിട്ടത് ലോകത്തിലുള്ള, അതായത് ഇത് എഴുതുമ്പോൾ പറയുകയാണ്, ഇത് ഒരു കൂട്ടം ആളുകൾക്ക് എഴുതുക. അപ്പം പറയുന്ന ലോകത്തുള്ള മറ്റിടങ്ങളിലുള്ള നിങ്ങളുടെ സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നെന്ന് പറഞ്ഞാൽ വിഴുങ്ങാൻ വേണ്ടി നടക്കുന്ന ആ സിംഹം അലർന്ന സിംഹം പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഈ ഒരു അനുഭവം നിങ്ങളുടെ സഹോദരവർഗത്തിനുണ്ട്. അത് പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എന്ന് പറഞ്ഞാൽ ഈ സിംഹത്തിന്റെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായി, പൂർണ്ണതയിലേക്ക് വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് എതിർത്ത് നിൽക്കുവാനായിട്ട് ആവശ്യപ്പെടുക. വാസ്തവത്തിൽ ആരാണ് ഈ പിശാച്? പിശാച് എന്ന വാക്കിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഡയബോളോസ് എന്ന് പറയും. മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നവൻ, സ്ലാൻഡർ പറയുന്നവൻ എന്നൊരർത്ഥം. കുറ്റം വിധിക്കുക എന്നുള്ളത് ആക്ഷേപിക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വരിക. 1-ാമത്തെ നൂറ്റാണ്ടിൽ
യേശുക്രിസ്തുവിനെയും അവന്റെ അപ്പോസ്തലന്മാരെയും ഉപദ്രവിച്ചത് വീണുപോയ ലൂസിഫറാണ്. ചിന്തിക്കുക. നിങ്ങൾ പ്രബുദ്ധ കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളല്ലേ? യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചത് പിശാചാണ്. അപ്പൊ നമ്മൾ പറയും, അന്ന് യഹൂദന്മാരാണ് യേശുവിനെ ആക്രമിച്ചത്, പക്ഷെ അതിന്റെ പിറകിൽ പിശാചിന്റെ ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബൈബിൾ എഴുതിയിട്ടുണ്ടോ? ബൈബിളിനകത്ത് എന്തിനാ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു? ലൂസിഫർ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് ബൈബിളിലൂടെ എഴുതിയിരിക്കുന്നത്. ബൈബിളിലില്ല. ബൈബിളിന് പറയാൻ മനസ്സില്ലാത്തതും ബൈബിൾ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്തതും ചിന്തിക്കാത്തതുമായ കാര്യം നമുക്ക് വ്യാഖ്യാനിക്കാൻ ആരാ അധികാരം തന്നത്? അപ്പൊ പിശാചാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ജനത്തെ കളിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്നേ. ഇതൊക്കെ നല്ലൊരു കൂട്ടം ഉദ്ദേശിമാർ ഇത് കളിപ്പിക്കാൻ വേണ്ടി നടക്കുക, ജനങ്ങളെ കളിപ്പിക്കുക. എന്തായാലും ഈ പാസ്റ്റർമാരായ എൻ്റെ എതിരാളികൾ, വിശ്വാസികൾ ഇപ്പൊ എൻ്റെ എതിരാളികളല്ല കേട്ടോ. വിശ്വാസികളൊക്കെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്കൊന്ന് വിശ്വാസികളൊക്കെ ഇത് കേട്ടിട്ട് ഇവരുടെ ഇത് ഓടി രക്ഷപ്പെടുക. അപ്പൊ അവർക്ക് കർത്താവിനോട് സ്നേഹം കൂടുക. അപ്പൊ 1-ാമത്തെ നൂറ്റാണ്ടിലെ ശത്രു ആരാണ്? അദ്ദേഹം മനസ്സിലാക്കുക. നമുക്ക് വേദപുസ്തകത്തിലേക്ക് തന്നെ പോകണം. അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊന്നും പറഞ്ഞ കാര്യം നടക്കത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 9:23 വായിക്കുന്നു. അതായത് പൗലോസ് അപ്പോസ്തലൻ മാനസാന്തരപ്പെട്ടു, കർത്താവിലേക്ക് വന്നു, സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പം വളരെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം 9:23 പറഞ്ഞു, യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തി. അപ്പൊ അപ്പോസ്തലനായ പൗലോസിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയത് ആരാ? ഈ സ്വർലോഹങ്ങളിൽ ഏതോ മേഘത്തിന്റെ കീഴിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതോ ലൂസിഫറാണ്? അല്ല, യഹൂദന്മാർ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം നോക്കി. ജനക്കൂട്ടത്തെയൊക്കെ കണ്ടപ്പോൾ യഹൂദന്മാർ അസൂയ നിറഞ്ഞവരായി പൗലോസ് സംസാരിച്ച കാര്യങ്ങൾ എതിർത്തു പറഞ്ഞു, അവനെ ദുഷിച്ച് സംസാരിച്ചു. അപ്പം എതിർക്കുകയും ദുഷിക്കുകയും ചെയ്യുന്ന ആരായിരുന്നു? യഹൂദന്മാർ. എതിർക്കാൻ വരുന്ന ആരാണ്? യഹൂദന്മാർ. കൊല്ലുവാൻ ഗൂഢാലോചന നടത്തുന്ന ആരാണ്? യഹൂദന്മാർ. അപ്പോസ്തല പ്രവൃത്തി 13:50 വായിച്ചു നോക്കി. യഹൂദന്മാർ ഭക്തിയുള്ള മാന്യസ്ത്രീകളെയും നഗരത്തിൽ പ്രധാനികളെ ഇളക്കി. ഏതാ? പൗലോസിനും ബർന്നബാസിനെതിരെ. പൗലോസിനും ബർന്നബാസിനും നേരെ പീഡനം ഉണ്ടാക്കി, പീഡനത്തിന് ഇടവരുത്തി, അവരെ തങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പൊ പീഡനം കൊണ്ടുവന്നതും അവർക്കെതിരെ ആളുകളെ എഴുന്നേൽപ്പിച്ചതും പട്ടണത്തിന് പുറത്താക്കിയത് ആരാ? ലൂസിഫറാണോ? ശത്രു ആരായിരുന്നു? യഹൂദന്മാർ. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നോക്കി. എന്നാൽ അവിശ്വാസികളെ യഹൂദന്മാർ ജാതികളെ ഇളക്കി വിടുകയും അവരുടെ മനസ്സുകളെ സഹോദരന്മാർക്കെതിരെ വിദ്വേഷം ജനിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ 14-ാം അധ്യായത്തിൽ അവിടെ ആരാണ് ജാതികളാക്കി വിട്ട് വിദ്വേഷം ഉണ്ടാകുന്നത്? സ്ലാൻഡർ പറഞ്ഞ ആരാണ്? യഹൂദന്മാർ. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയിൽ നിന്ന് യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറി. അപ്പൊ പൗലോസിനെ കല്ലെറിഞ്ഞ ആരാ? ഏതോ അന്ധകാര ശക്തികൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വിരോധമായി ഗൂഢാലോചന നടത്തുന്ന മേഘപാളികൾക്കകത്ത് ഒളിച്ചിരുന്ന് ഗൂഢാലോചന നടത്തുന്ന ആരെങ്കിലും ആണോ എൻ്റെ പ്രിയപ്പെട്ടവരെ? അല്ലല്ലോ. യഹൂദന്മാരായ ആളുകൾ കൂടി വന്ന് പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് കരുതി പട്ടണത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. അവനെ കല്ലെറിഞ്ഞ ആരാ? ലൂസിഫറാണ്. യഹൂദന്മാർ. ശത്രു ആരാണ്? യഹൂദന്മാരാണ് അപ്പോസ്തലന്മാർക്ക് ശത്രു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കിയേ. പൗലോസ് ബെറോവയിൽ ദൈവം പ്രസംഗിച്ചു എന്നും തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞപ്പോ അവർ അവിടെയും വന്ന് ജനക്കൂട്ടത്തെ ഇളക്കി വിട്ടു. അപ്പൊ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതൊക്കെ ആരാണ്? ആക്ച്വലി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? യഹൂദന്മാർ. അപ്പൊ നമ്മുടെ പ്രശ്നം, നമുക്ക് സൈറ്റാൻ എന്ന് പറയുന്നതിനെ ഒരു വ്യക്തിയായിട്ടോ ഒരു സമൂഹമായിട്ടോ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. നമ്മളത് മുഴുവൻ നമ്മുടെ ആളുകൾ പഠിപ്പിച്ച കള്ളത്തരം. എനിക്ക് അങ്ങനെ പറയുന്നതിനകത്ത് യാതൊരു മടിയില്ല. കള്ളത്തരം, അബദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല. കള്ളത്തരം, ബൈബിളിൽ ഇല്ലാത്ത പോഷ്ക്ക്. അരുണോദയ പുത്രനായ ശുക്രാ നീ വെട്ടേറ്റ് നിലത്ത് വീണതെന്ത്? ലൂസിഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കഥ, ഒരു ഡാക്കിനി അമ്മൂമ്മയുടെയും കുട്ടൂസന്റെ ഒക്കെ കഥ, ഒരു കഥ, വെറും കഥ, കളിക്കുടുക്ക കഥയാണ്. ഇത് വെച്ചിട്ടാണ് ഈ ജനത്തെ കളിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കി. ഒരു കളിക്കുടുക്ക കഥ വെച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ജനം, ഈ നേതാക്കന്മാർ. അവരുടെ പൈസയും അവരുടെ കാശും മൊത്തം കൊണ്ടുവന്ന് ഇവരുടെ തന്നെ പൊക്കണത്തിൽ ഇട്ട് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് വഞ്ചനയെ വാങ്ങിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് അവർ പറയുക ജോൺ ലോറൻസ് വഞ്ചിക്കുക. ഞാനല്ല വഞ്ചിക്കും, ഞാൻ വഞ്ചിക്കുന്ന വഞ്ചനയെ കിടക്കുന്ന ജനത്തെ രക്ഷിക്കാൻ ദൈവം എന്നെ ശുശ്രൂഷയിലാക്കിയിട്ടുണ്ട്. ആദ്യം മനസ്സിലാക്കുക. ഐ ആം നോട്ട് ഡിസീവ്ഡ് ബൈ എനി സൈറ്റൻ. ഓൾറെഡി ഐ വാസ് ഡിസീവ്ഡ് ബൈ സൈറ്റൻ അറൗണ്ട് എനിക്ക് തോന്നുന്നു 1989 മുതൽ 2010 വരെ ഐ വാസ് ഡിസീവ്ഡ് ബൈ സൈറ്റൻ. അതിനൊരു ക്രിസ്തീയ മുഖമുണ്ട്, ഒരു ക്രിസ്തീയ രൂപമുണ്ട്.
അതൊരു സൈത്താനായിരുന്നു, അവരാ എന്നെ വഞ്ചിച്ചത്, കളിപ്പിച്ചത്. ബട്ട് ഐ എസ്കേപ്പ്, ഗോഡ് സെറ്റ് മീ ഫ്രീ. ദൈവം എന്നെ സ്വതന്ത്രമാക്കി. Now I'm not deceived by Satan because I'm following Christ. I know that who I am. എനിക്ക് നല്ല ബോധമുണ്ട്. എനിക്ക് പിന്നെ ഒരുത്തന്നെ സപ്പോർട്ടൊന്നും ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? എനിക്ക് മനുഷ്യന്റെ അപ്രിസിയേഷൻ അല്ല ആവശ്യം. ഞാൻ എൻ്റെ മഹാദൈവത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലോകം മുഴുവൻ 24 മണിക്കൂറും കാണുന്നവന്മാർ മൊത്തം കല്ലെറിയുകയും ചീത്ത വിളിക്കുകയും തുപ്പുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്റർ പണ്ട് കത്തുമായിരുന്നു, ഇപ്പൊ കത്തുന്നില്ലെല്ലാം പോയി, തങ്ങളുടെ മിനിസ്ട്രി. എടാ പോടാ നിന്റെ പണിയൊക്കെ, എന്തോന്ന് കത്ത്? നീ എൻ്റെ മുമ്പിൽ വന്നില്ല, നിന്റെ പഴയതിനേക്കാളും ഞാൻ കത്തിക്കാം. ഇവിടെ മിനിസ്ട്രി പോയതോ ശുശ്രൂഷ പോയതോ അഭിഷേകം പോയതോ ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഒരു സത്യം മനസ്സിലായി, നിങ്ങളെല്ലാവരും എതിർത്തിട്ടും ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ തക്കോസും 99% ആളെ എതിർത്തിട്ടും ഇന്നും മറുസൈഡിൽ നിന്ന് ഈ സത്യം ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ കാര്യം നേടാനല്ല, ഏൽപ്പിച്ച മിഷനാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, മരിക്കുന്നത് വരെ പറയും. കാരണം ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ 90% വരെ ഫോഷ്കാണ് പ്രസംഗിക്കുന്നത്, അസത്യമാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ജനങ്ങൾ വഞ്ചനയിലാണ്, ജനങ്ങൾ ഉറപ്പിലല്ല, ജനങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, ജനങ്ങൾ ഡെലേമയിലാണ്, കെയോസിലാണ്. അവർക്ക് വിശ്വാസത്തെ സംബന്ധിച്ച് ഉറപ്പൊന്നുമില്ല, നിത്യതയെ സംബന്ധിച്ച് ഉറപ്പില്ല. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുമെന്ന് പറഞ്ഞ ഒരു ഫോഷ്ക്ക് പ്രസംഗിച്ചുകൊണ്ട് ജനത്തെ വഞ്ചിക്കുകയാണ്. സത്യത്തിൽ ആരാ സാത്താനെന്ന്, ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ ശത്രു ആരാണെന്ന് ഓരോ ദൈവവൈതൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇപ്പൊ ബൈബിളിൽ ഈ ദൈവത്തിന്റെ അപ്പോസ്തലന്മാരെ, സഹോദരവർഗങ്ങളെ ഉപദ്രവിക്കുകയും അവർക്കെതിരെ അവരെ കൊല്ലാനും വിഴുങ്ങാനും നടന്നത് ആരാ? യഹൂദന്മാരാ സഹോദരന്മാരെ. അപ്പോസ്തലർ 18-22 നോക്കി. എന്നാൽ ഗലിയോൻ അഖായിലെ ദേശാധിപതിയായിരുന്നപ്പോൾ യഹൂദന്മാർ പൗലോസിനെ ഒന്നിച്ച് ആക്രമിച്ച് ന്യായാസനത്തിന് മുമ്പ് യഹൂദന്മാരാണ് ആക്രമിച്ചത്, ഒരുമിച്ചെല്ലാം കൂടി. അപ്പോസ്തലർ 23-12 വായിച്ചു നോക്കി. നേരം വെളുത്തപ്പോൾ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി പൗലോസിനെ കൊല്ലുന്നതുവരെ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ലൂസിഫറും അവന്റെ കൂട്ടരും കൂടെ മേഘപാളിക്കകത്തിരുന്ന് ഉപവാസം ഇരുന്നതാണ് കൊല്ലാൻ വേണ്ടി. അപ്പൊ അപ്പോസ്തലന്മാരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും കല്ലെറിയുകയും പുറത്താക്കുകയും ജാതികളെ ഇളക്കി വിടുകയും ചെയ്തതൊന്നും ഏതോ അന്ധകാര ശക്തിയൊന്നും അല്ല. അന്നവിടെ വ്യാപരിച്ച അന്ധകാരത്തിന്റെ ലോകാധിപതിയും സ്വർലോഹങ്ങളുടെ ദുഷ്ടാത്മസേന എന്ന് പറയുന്ന അന്നത്തെ യഹൂദന്മാരും മതപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരുമാണ്. അല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കണം. അല്ലെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ കള്ളം പറയുന്നു പറയരുത്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കുക. 1-ാം നൂറ്റാണ്ടിലെ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെയും ക്രിസ്തീയ സഭയുടെയും ശത്രു ആരായിരുന്നു? 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന ഡാക്കിനി അമ്മൂമ്മയുടെ കാര്യമാണോ? ലുട്ടാപ്പിയാണോ? നിങ്ങളുടെ ഈ ലൂസിഫർ ലുട്ടാപ്പി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണോ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്? നോ, ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി ജൂയിഷ് കമ്മ്യൂണിറ്റി, ജൂയിഷ് റിലീജിയസ് സിസ്റ്റം, അപ്പോസ്റ്ററ്റ് ഇസ്രായേൽ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ വിശ്വാസത്യാഗിയായ ഇസ്രായേൽ. ഒരു കാലത്ത് ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ മധ്യസ്ഥനായിരുന്ന ദൈവത്തിന്റെ അതേ പ്രതിപുരുഷനായി നിന്ന മഹാപുരോഹിതൻ ഇപ്പം ഭക്ഷണം ഏതാണ്ട് മഹാദൈവത്തിന്റെ പുത്രനായ മിശിഹാ തമ്പുരാനെ കുരിശുമരണം വിധിക്കാൻ വേണ്ടി പുരോഹിതന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവർ വന്ന കറപ്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ദൈവജനത്തിനെതിരെ യഹൂദന്മാരിൽ നിന്നുള്ള പീഡനത്തെക്കുറിച്ച് കൃത്യമായ നിലയിൽ നമുക്ക് വേദോസ് അങ്ങോളം ഇങ്ങോളം കാണാനായിട്ട് പറ്റും. മാത്രമല്ല ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-24 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അടിമ സ്ത്രീയായ ഹാഗർ ഒരു മകനെ പറയുന്നത്, അവൻ ഇഷ്മായേൽ. അത് ഇപ്പോഴുള്ള യെരുശലേമിനോട് ഒക്കുന്നു. അത് അറബി ദേശത്തെ സൂചിപ്പിക്കുന്നു, സീനായെ കാണിക്കുന്നു. മീതെയുള്ള സാറായോ സ്വതന്ത്രയാകുന്നു. അവൾ മീതെയുള്ള യെരുശലേം അത്രേ, അവൾ അത്രേ നമ്മുടെ അമ്മ. അവൾ സ്വതന്ത്രയായ മക്കളെ പ്രസവിക്കും. എന്നിട്ട് തൊട്ട് താഴ്ത്ത് വായിച്ചു നോക്കി. സ്വതന്ത്രയും അടിമയും ഒരുമിച്ച് താമസിക്കാൻ പാടില്ല. അതുകൊണ്ട് അടിമയെ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് പുറത്താക്കി. AD 70 എന്താ സംഭവിച്ചത്? ഈ അടിമയെ, ഈ ഇസഹാക്കിനെ ഉപദ്രവിച്ചത് ആരാ? ഇഷ്മായേലാണ്. അല്ലാതെ ഇഷ്മായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി കിടന്നുറങ്ങുമ്പോൾ അവന്റെ തൊട്ടിലിനരികിൽ വന്ന് അവനെ കുത്തി നോവിക്കുവാനായി, തകർക്കുവാനായി, അവന്റെ പ്രാണൻ എടുത്തു കളയുവാനായി ചില പൈശാചിക ഒന്നുമില്ല. ഒരു പൈശാചിക ശക്തിയുമല്ല ഇസഹാക്കിനെ എതിർത്തത്. അവന്റെ വീട്ടിൽ അവന് മുമ്പ് ജനിച്ച അവന്റെ അപ്പന്റെ വെപ്പാട്ടി ഹാഗറിൽ നിന്ന് ജനിച്ച മകനാണ്. അവിടെ ഫിസിക്കലി ഒരു പേഴ്സണാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെയും ക്രിസ്ത്യാനികളെയും അന്നും ഉപദ്രവിച്ച ശത്രു, ബൈബിളിൽ പറഞ്ഞ ശത്രു എന്ന് പറയുന്നതും ബൈബിളിൽ പറഞ്ഞ പിശാച് എന്ന് പറയുന്നതും ഈ യഹൂദ വർഗത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 14-16 സഹോദരന്മാരെ, യഹൂദരുടെ ക്രിസ്തുവേശുവിലുള്ള ദൈവത്തിന്റെ സഭകളെ നിങ്ങൾ അനുകരിക്കുന്നവരായി തീർന്നു. യഹൂദന്മാരാൽ അവർ അനുഭവിച്ച അതേ കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് പൗലോസ് തെസ്സലോനിക്കർക്ക് പറയുന്നു. മനസ്സിലായോ? ജാതികൾ രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരോട് പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് വിലക്കി. ആരെ? അപ്പോസ്തലന്മാരെ വിലക്കി ജാതിയോട് പ്രസംഗിക്കാതിരിക്കും, അവർ രക്ഷപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും എതിർക്കുകയും ചെയ്യുന്ന യഹൂദ കൂട്ടത്തെക്കുറിച്ച് തെസ്സലോനിക്കർക്ക് വരെ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുകയാണ്. ഇനി ഈ പത്രോസിന് ഈ അലറുന്ന സിംഹം എന്നൊരു കോൺസെപ്റ്റ് ഇവിടുന്ന് കിട്ടി. ഞാനത് ബൈബിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഇത് ചുമ്മാതെ പുള്ളി എവിടുന്നോ, നമ്മുടെ ഈ ഉദ്ദേശിമാരുടെ ലൂസിഫർ സംഭവമല്ല. ലൂസിഫർ കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. അപ്പം ഇത് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര അവര് ലൂസിഫർ എന്ന് കേൾക്കുമ്പോൾ ചിരി വരുന്നത് കേട്ടോ, അവൻ ലൂസിഫറിന്റെ ആളാന്നാ. ഞാൻ ലൂസിഫറിന്റെ ആളാ. ലൂസിഫർ എന്ന വാക്കിനർത്ഥം പ്രകാശം കൊടുക്കുന്നുവെന്നാ, ഉദയനക്ഷത്രം എന്ന്. വെളിപ്പാട് 22 ഉദയ നക്ഷത്രം ക്രിസ്തുവാ. അപ്പൊ പ്രകാശം കൊടുക്കുന്ന ക്രിസ്തുവാ ഞാൻ, ക്രിസ്തുവിന്റെ ആളാ ഞാൻ. സോറി, ക്രിസ്തു ആണെന്നല്ല, ക്രിസ്തുവിന്റെ ആളാണ് ഞാൻ. ഞാൻ പ്രകാശം കൊടുക്കുന്നവന്റെ കൂടെയാണ്. ഞാൻ ഇരുള് കൊടുക്കുന്ന ആളുടെ കൂടെ അല്ല. ലൂസിഫർ എന്ന വേർഡിന്റെ അർത്ഥം ലൈറ്റ് ബെയറർ എന്ന്, സൺ ഓഫ് ഡോൺ, ബെൻ ഷാക്കർ, ഹലേൽ ബെൻ ഷാക്കർ. ഐ ബിലോങ്സ് ടു ദാറ്റ് ഗ്രൂപ്പ്. ഞാൻ പ്രകാശം കൊടുക്കുന്ന ആളുടെ കൂടെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അലർന്ന സിംഹത്തെ കുറിച്ചുള്ള ചിന്ത പത്രോസ് സ്വന്തമായിട്ട് ചുമ്മാ ഇമാജിനേഷനിൽ അടിച്ചാണോ? അല്ല. എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ. എസെക്കിയേൽ ചാപ്റ്റർ 22 ഫ്രം 25 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ കാണുന്നത്, മനുഷ്യപുത്രൻ നീ അവരോട് പറയേണ്ടത്, ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും. അതിൻ്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയും. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിൻ്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. എന്തായാലും മനസ്സിലായോ? ആരായത്? പ്രവാചകന്മാരുടെ കൂട്ടുകെട്ട്, കള്ളപ്രവാചകന്മാരും പുരോഹിതവർഗം എല്ലാം കൂടെ ഉണ്ട് കൂട്ടം. അലറി ഇര കടിച്ചു കീറുന്ന സിംഹം പോലെ അവർ ദേഹികളെ പറഞ്ഞാൽ വിശ്വാസികളെ കേട്ടോ, സോൾസിനെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെ അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പുരുഷന്മാരെ കൊല്ലുക. പുരുഷന്മാരെ കൊല്ലുമ്പോൾ വിധവമാര് വർദ്ധിക്കും. അപ്പൊ അലറുന്ന സിംഹം പോലെ ആരാ ഇവിടെ പ്രവർത്തിക്കുന്നത്? ഇതാണോ? നോ നോ നോ, ഇവിടുത്തെ കള്ളപ്രവാചകന്മാരാ. അപ്പം ഈ പത്രോസിന് ഈ വാക്യങ്ങൾ അറിയാനേ. ഈ പത്രോസ് സൺഡേ സ്കൂളിലൊക്കെ പോയ ആളാ. അപ്പൊ 1-ാം നൂറ്റാണ്ടില് ഈ ലേഖനം പത്രോസ് എഴുതും. പത്രോസിന് പഴയ നിയമം അറിയാം. അലറുന്ന സിംഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബൈബിൾ. അപ്പൊ ബൈബിൾ കൊണ്ടല്ലേ ഞാൻ വ്യാഖ്യാനിച്ചു. മനസ്സിലായോ? എന്റെ ഇഷ്ടമല്ലല്ലോ. അത് അങ്ങനെ ബൈബിൾ ഉണ്ടോന്ന് പറഞ്ഞാൽ ഉണ്ട്. എസെക്കിയേൽ ചാപ്റ്റർ 22 വേഴ്സ് 22, 25 to 26 വായിച്ചു. വാസ്തവത്തിൽ ഇവിടെ പിശാച് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾ പിശാച് എന്ന ആളിന്റെ മക്കളാകുന്നു. യു ആർ ദ ചിൽഡ്രൻ ഓഫ് ദ ഡെവിൾ. നിങ്ങൾ പിശാചിന്റെ മക്കളാവുന്നു നിർത്തവർ. ആരാ പിശാച്? ആ നിൽക്കുന്ന യഹൂദന്മാർ ലൂസിഫറിന്റെ മക്കളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ഞാൻ പറഞ്ഞാലും നിങ്ങൾ കുറെ ചാപ്പ കുത്തിച്ചിട്ടുണ്ട്. ആ ചാപ്പയൊക്കെ എടുത്തുകൊണ്ട് അത് ഏക്കത്തില്ല, നടക്കത്തില്ല. നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. എനിക്കിത് പറയേണ്ടി വരികയാണ്. ഞാനല്ല, എൻ്റെ ഈ സ്ഥലത്ത് കർത്താവായ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ഉയർത്തെഴുന്നേറ്റ് ഇതിലപ്പുറത്ത് അവർ സംസാരിക്കും. യു പീപ്പിൾ ആർ ഡിസീവിങ് പുവർ പീപ്പിൾ ഫോർ യുവർ ബെനിഫിറ്റ്. ചില പ്രവാചകന്മാർ പറയത്തില്ലേ, പ്രാർത്ഥിക്കണം കേട്ടോ, വീടിനകത്ത് 2 ദിവസം ഉപവാസം നടത്താൻ. ചില പോരുകളുണ്ട്. എന്തിനാ വരുന്നത്? 2 ദിവസം ഉപവാസം നടത്തണം, നല്ല ഫുഡ് കിട്ടും, അയാൾക്ക് പോകുന്നതിന് സ്തോത്രാഴ്ചയും കിട്ടും. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വരണം? പോര് വേണം. അങ്ങനെ എത്ര വീടുകളിൽ ഉപവാസം. ജനങ്ങൾക്കൊരു തൃപ്തി. സ്തോത്രം, ദൈവവാസം വന്നിരുന്ന് പ്രാർത്ഥിച്ചു, പൊട്ടിച്ചു, കെട്ടിച്ചു. നീയൊക്കെ, ഞാൻ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് നിങ്ങൾ ദൈവമക്കളാണെന്ന ബോധം നിങ്ങൾക്ക് ഇതുവരെ ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവർ. നമ്മൾ മനസ്സിനെ പുതുക്കണം തിരുവെഴുത്ത് വെച്ച്. കൃത്യമായിട്ട് ഈ അലറുന്ന സിംഹം എന്ന് പറയുന്നത് ഒരിക്കലും സെലസ്ട്രിയൽ ഗുണ്ടയല്ല. ഇറ്റ്സ് അബൌട്ട്
ജൂയിഷ് കമ്മ്യൂണിറ്റി. അലറുന്ന സിംഹം എന്താണെന്ന് പത്രോസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഗർജിക്കുന്ന സിംഹം, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താ? യഹൂദ ഗോത്രത്തിലെ സിംഹം അല്ലേ? യഹൂദ ഗോത്രത്തിലെ സിംഹം. യേശുവിന്റെ ഒന്നാമത്തെ വരവിലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. യേശുവിന്റെ രണ്ടാമത്തെ വരവിലും അവൻ ആരാണ്? ഗർജിക്കുന്ന സിംഹം. ആരെ വലിച്ചു കീറും? ഇരയെ കടിച്ചു കീറും. ആരാന്ന് അവിടെ ഉണ്ടായിരുന്ന ഇര? ദൈവത്തിന്റെ ജനത്തെ വിരോധമായി നിന്ന യഹൂദ സമുദായം കീറപ്പെട്ടു. യഹൂദ ഗോത്രത്തിലെ സിംഹം വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെട്ടത് അവരെ സാന്ത്വനിപ്പിക്കാനല്ല, അനുസരണക്കേട് കാണിച്ച് ദൈവത്തിന്റെ നിയമത്തെ ലംഘിച്ച് ക്രിസ്തുവിനെ കുരിശിച്ച അപ്പോസ്തലന്മാരെ കൊന്നുകളഞ്ഞ, വിശ്വാസികളുടെ രക്തം ചിന്തിയ അന്നത്തെ ജനസമൂഹത്തെ കടിച്ചു കീറാൻ തന്നെ യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ വന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കത് വീണ്ടും കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകം 2:10 വായിച്ചു. നീ സഹിപ്പാനിരിക്കുന്നതിനെ കുറിച്ച് ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. ശ്രദ്ധിച്ചു കേൾക്ക്. ലൂസിഫർ ആരെയെങ്കിലും തടവിലാക്കും. ഇതൊക്കെ നമ്മുടെ മലയാളി വ്യാഖ്യാനിച്ച് നശിപ്പിക്കും. പിന്നെന്താ, പറ്റത്തില്ലയോ? ലൂസിഫറിന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് പ്രിസണിനകത്താക്കാൻ പറ്റൂ? ജയിലിലടയ്ക്കാൻ പറ്റൂ? അപ്പൊ പറയും അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരുടെ ഉള്ളത്തിൽ പരിവർത്തിച്ച് അവരെ അങ്ങനെ ഉണ്ടാകുന്ന ജയിലിലാക്കാൻ പറ്റും, പീഡിപ്പിക്കാൻ പറ്റും. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പിശാച് ആരാ? 2:10 പറഞ്ഞിരിക്കുന്ന പിശാച് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരാണ്. എപ്പോഴും മനസ്സിലാക്കണം, സാത്താൻ എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി അല്ല. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, സാത്താൻ എന്ന് പറയുന്നത് ആദ്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പോയി നോക്ക്, ഈ എബ്രായ പണ്ഡിതൻ എന്നൊക്കെ പറയുന്ന പുള്ളികളൊക്കെ ഈ അവിടെ കൂടിയിരിക്കുന്ന വലിയ പ്രബുദ്ധന്മാരായ ദൈവദാസന്മാരെ എന്ത് ഞാൻ പറയുന്നത്, നിനക്കൊക്കെ അത് വേണം, നിങ്ങൾക്കൊക്കെ അത് വേണം. ഞാൻ എപ്പോഴും പറയണം, യു ആർ ഡിസേർവ് ടു ബി ഡിസീവ്ഡ്, യു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആർമി. നിങ്ങളെ ചതിക്കണം, നിങ്ങളെ വഞ്ചിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ യോഗ്യര. ലൂസിഫർ. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഹസാത്ത എന്ന ബൈബിൾ ഉപയോഗിച്ചവിടെ സംഖ്യാപുസ്തകം 22 അത് യഹോവയുടെ ദൂതനാണ്. യഹോവയുടെ ദൂതൻ ബിലയാമിനെതിരെ, ബിലയാം കഴുതയുടെ പുറത്ത് പോകുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് യഹോവയുടെ ദൂതൻ അവൻ എതിരാളിയായി വന്നിട്ട് പറഞ്ഞു, ഞാൻ യഹോവയുടെ സ്ഥലം നിനക്കെതിരെ പ്രതിയോഗിയായി വന്നിരിക്കുന്നു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം സാത്താൻ എന്ന. ബൈബിൾ നിങ്ങൾ സാത്താൻ പറയുമ്പോൾ ഓർത്തോ, യഹോവയുടെ ദൂതനാണ് ആദ്യം ബൈബിളിൽ സാത്താൻ എന്ന പേരിൽ വെളിപ്പെട്ടത്. സാത്താൻ എന്ന് പറഞ്ഞാൽ അക്യൂസർ എന്നല്ല, ദൈവത്തിന് വേണ്ടി എതിരെ നിൽക്കുന്നവെന്നർത്ഥോ, എതിരാളി. ദൈവത്തിനെതിരെ നീ നിൽക്കുമ്പോൾ അതിന്റെ പേര് സാത്താൻ എന്ന്. അപ്പം സാത്താൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരാളെ കുറിച്ച് പറയുന്നതല്ല. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നൂറുകണക്കിന് സാത്താന്മാർ. ആ സാത്താന്മാരെല്ലാം ഇന്ന് പള്ളിയിലുണ്ടെന്നേ. മിക്കവാറും അല്ല പള്ളി. ഒരിക്കലും മാർക്കറ്റിൽ സാത്താനില്ല, അറിയാമോ? മാർക്കറ്റിൽ സാത്താനില്ല, ഷോപ്പിംഗ് മാളിൽ സാത്താനില്ല, മദ്യശാലയിൽ സാത്താനില്ല, വോർ ഹൗസിൽ സാത്താനില്ല. സേത്താനുള്ള ആകെ ഇടം പള്ളിയാണ്. പള്ളിയും പരിസരത്തിൽ മാത്രമേ. കാരണം സാത്താൻ ഓൾവേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്? ദൈവവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, ദൈവിക വിഷയങ്ങളുമായി എതിരെ നിൽക്കുന്നതാണ്. പത്രോസ് യേശുവിനോട് പറഞ്ഞു, നിനക്കത് ഭവിപ്പാൻ പാടില്ല എന്ന് പറഞ്ഞ് യേശുവിനെ മാറ്റി നിർത്തി ശാസിക്കാൻ തുടങ്ങിയപ്പോൾ യേശു ക്രിസ്തുവിനെ വിളിച്ചു വരുന്ന യു ഗ്രേറ്റ് നിതാന്തി വന്യ ദിവ്യ സ്ത്രീ അപ്പോസ്തലൻ എന്നാണ് വിളിച്ചത്. ഒന്നാമത്തെ പോപ്പ എന്നാണ് വിളിച്ചത്. പിശാച എന്നാ പറഞ്ഞത്. സാത്താൻ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? നീ ദൈവത്തിന് വിരോധമാവും, നീ മനുഷ്യർക്കുള്ളത് അത്രയും ചെയ്ത്. അപ്പൊ മനുഷ്യർക്കുള്ളത് ചിന്തിക്കുന്നവന്റെ പേരാണ് സാത്താൻ. ദൈവത്തിനുള്ളത് സംസാരിക്കാതെ മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന എല്ലാ ഉപദേശിമാരുടെ പേരും സാത്താൻ എന്നാ. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട അച്ചായൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ സഭയ്ക്കൊരു വലിയ അനുഗ്രഹമാണ്. ശരിയാ, സ്തോത്രകാഴ്ച സമയത്ത് ഒരു ഭയങ്കര അനുഗ്രഹമാണ്. ഒന്നുമില്ല, അയാള് ഭാര്യയും തല്ലി പിള്ളേരെ ചീത്തയും വിളിച്ച് ബൈബിൾ പോലും വായിക്കാൻ നടക്കുന്നവനാ. പക്ഷെ ഇവിടെ വരുമ്പോൾ അദ്ദേഹം വലിയ പുള്ളിയാ. എങ്ങനെ? മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവന്റെ പേരാ സാത്താൻ. നിങ്ങൾ മനുഷ്യർക്കുള്ളത് അത്രേ, ദൈവത്തിനുള്ളതല്ല അന്വേഷിക്കുന്നത്. അതാണ് സാത്താൻ. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സാത്താൻ എന്നല്ല. അപ്പൊ മനുഷ്യരാണ് ഇത്. ഏതോ ഒരു ആത്മീയ ജീവിയുടെ കാര്യമല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വെളിപ്പാട് 2:20 പോയി വായിച്ചു നോക്ക്. ഏത് ലൂസിഫർ ആളുകളെ തടവിലാക്കി നിങ്ങളുടെ പഠിക്കും.
മനസ്സിലായില്ലെങ്കിൽ വെളിപ്പാട് 2:10 അങ്ങനെയല്ലോ എന്നെങ്കിൽ അടുത്ത പ്രവൃത്തിയുടെ പുസ്തകം 22:19 വായിച്ചു നോക്ക്. കർത്താവ് പറയാം, കർത്താവെ നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ ഓരോ പള്ളിയിലും തടവിലാക്കുകയും അടിക്കുകയും ചെയ്തുവെന്ന് അവർക്കറിയാം. അതെ, പൗലോസ് പറയുന്ന കാര്യമാണ്. പള്ളിയിലാക്കി, തടവിലാക്കി. ആര്? ഈ പൗലോസ് വിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പൗലോസ് ആയിരുന്നു ആ സമയത്ത് സാത്താൻ, പിശാച്. ഗ്ലോറി ടു ഗോഡ്. പിശാചായിരുന്നു. അപ്പം പത്രോസ് ഒരിക്കൽ പിശാചായിരുന്നു. പത്രോസ് ഒരിക്കൽ അലറുന്ന സിംഹമായിരുന്നു. പൗലോസാണ് ആളുകളെ പള്ളിക്കകത്ത് കൊണ്ടുപോയി, സിനഗോഗിൽ കൊണ്ടുപോയി ജയിലിലാക്കുകയും ചെയ്തത്. സോ ഇവിടെ എല്ലാം മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ കാണുന്നത്. 1 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് തെസ്സലോനിക്കരോട് പൗലോസ് പറയാണ്, നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, അതായത് പൗലോസായി ഞാൻ പലതവണ ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. ഏത് സാത്താൻ തടഞ്ഞു? യഹൂദന്മാർ. കാരണം പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ യഹൂദന്മാർ അസൂയ തോന്നി ദുഷ്ടന്മായ ചിലരെ ചേർത്ത് ജനക്കൂട്ടത്തെ ഉണ്ടാക്കി, പട്ടണത്തെ കലാപം ഉണ്ടാക്കി, യാസോന്റെ വീട് ആക്രമിച്ച് അവരെ ജനക്കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതായത് തെസ്സലോനിക്ക നടന്ന സംഭവങ്ങളെ കുറിച്ച് 17-ൽ അപ്പോസ്തലർ 17-ൽ പറയുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം അറിയാവുന്ന പൗലോസ് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരിക പലതവണ ആഗ്രഹിച്ചു, പക്ഷേ സാത്താൻ തടഞ്ഞു. ആരാണ് ഇന്നത്തെ സാത്താന്മാർ? യഹൂദന്മാർ. ഇത് ജൂത നേതൃത്വത്തെയാണ് പരാമർശിക്കുന്നതെന്ന് നിങ്ങൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾക്ക് ആരാണ് സാത്താൻ മനസ്സിലായോ? അലറുന്ന സിംഹം ആരെന്ന് മനസ്സിലായോ? പത്രോസ് പറഞ്ഞ ഈ അലറുന്ന സിംഹം മറ്റാരുമല്ല, അന്ന് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെ, യേശുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെയും ഉപദ്രവിപ്പാനായി പുറപ്പെട്ട യഹൂദ മതത്തിലെ നേതാക്കന്മാരും പുരോഹിതവർഗവുമാണ് അന്നുണ്ടായിരുന്ന സാത്താനും പിശാചുമായത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കുറേ വാക്യങ്ങൾ ഞാൻ തന്നു. സംശയമുള്ളവർ വേദപുസ്തകത്തിൽ പോയി അങ്ങനെയാണോ എന്ന് പരിശോധിക്കുക. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് സംസാരിക്കാം. ഇഷ്ടംപോലെ പറയാനുണ്ട്. പതിനായിരക്കണക്കിന് കാര്യങ്ങൾ ഇതുപോലെ തിരുത്തേണ്ടതുണ്ട്. ഞാൻ തിരുത്തൽ വാദിയൊന്നുമല്ല, പക്ഷെ തിരുത്തുക, കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബൈബിൾ ടീച്ചർ എന്ന നിലയിൽ, ബൈബിൾ സ്റ്റുഡൻ്റ് എന്ന നിലയിലും ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക, ഇഷ്ടമില്ലാത്തവർ മറുതലിച്ചു പോകും. നിങ്ങൾ പോയി നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും നമ്മൾ ഇടുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ, അതായത് നോട്ടിഫിക്കേഷൻ, അത് എനേബിൾ ചെയ്യണം എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.